ചില സിനിമകൾ അങ്ങനെയാണ്. നമ്മൾ യാതൊരുവിധ എക്സ്പെക്റ്റേഷനും ഇല്ലാണ്ടായിരിക്കും കണ്ടു തുടങ്ങുന്നത്. കണ്ട് തീർത്ത് കഴിയുമ്പോഴോ നമ്മുടെ സകല മനക്കിളികളും പോയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാണ്ട് ഒരു സിനിമ ഞാനിന്ന് കാണുകയുണ്ടായി. ഈ ചിത്രത്തിൻ്റെ ട്രെയിലറോ ടീസറോ ഇതിൻ്റെ പോസ്റ്ററോ അങ്ങനെ ഒന്നും തന്നെ കാണാണ്ട് ജസ്റ്റ് ചുമ്മാ നെറ്റ്ഫ്ലിക്സിലൂടെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് കണ്ടിട്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. സിനിമ കണ്ടു തുടങ്ങി ആദ്യത്തെ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി ഇതൊരു ഡിസാസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള മൂവിയാണ്. ഒരു വലിയ ഫ്ലഡും ആ ഫ്ലഡിനിടയിൽ തൻ്റെ മകനെ രക്ഷിക്കാൻ വേണ്ടി ഒരു അമ്മ നടത്തുന്ന പ്രയത്നമൊക്കെയാണ് ഈ ഒരു സിനിമ ഇങ്ങനെ കാണിച്ച് തുടങ്ങുന്നത്. ഇത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും സിനിമ ചെറിയൊരു ട്വിസ്റ്റ് അങ്ങ് കൂട്ടിക്കും. അപ്പോൾ നമ്മൾ വരുന്നത് കൊള്ളാല പരിപാടി, അങ്ങനെ കൊള്ളാല പരിപാടി എന്നൊക്കെ കരുതിയിരിക്കുന്ന സമയത്ത് ഒരു അരമണിക്കൂറും കൂടെ കഴിയുമ്പോഴത്തേനുണ്ടല്ലോ ഇവന്മാർ കുറച്ച് പരിപാടി അങ്ങ് തുടങ്ങി വിടും. നമ്മുടെ കിളി പോകും. എന്താ സംഭവിക്കുന്നത്? അതായത് ഒരു ഫ്ലഡിനെ ബേസ് ചെയ്ത് തുടങ്ങിയ സിനിമ പിന്നെ ഒരു ക്രിസ്റ്റഫർ നോളൻ മൂവി കാണുന്ന ലെവലിലേക്ക് മാറും. ആ ഒരു വലിയ ജോണർ ഷിഫ്റ്റ് ഈ ഒരു സിനിമയ്ക്കകത്തോട്ട് വരുന്നുണ്ട്. എന്താണ് എങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങൾ ഈ ഒരു സംഭവം ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടു കഴിയുമ്പോഴത്തേനും സകല കിളികളും മറക്കും. സിനിമയുടെ പേര് ദ ഗ്രേറ്റ് ഫ്ലഡ്. അപ്പം ഇതൊരു കൊറിയൻ മൂവിയാണ്. പക്ഷേ ഈ ഒരു സിനിമയുടെ ഇംഗ്ലീഷ് ഡബ് വേണമെങ്കിൽ ഇംഗ്ലീഷ് ഡബ് ഉണ്ട്, അതുപോലെ തന്നെ ഹിന്ദി ഉണ്ട്, തമിഴുണ്ട്. നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ ഈ ഡബ്സ് എല്ലാം അവൈലബിൾ ആണ്.